നമ്മൾ വിശകലനങ്ങളിലേക്ക് വീണ്ടും കടക്കുകയാണ്. കോൺഗ്രസ് നേതാവ് ശ്രീ സേനാപതി വേണു നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ കൂടി നമ്മളോടൊപ്പം ചേർന്നു. ഗുഡ് ഈവനിങ് ശ്രീജിത്ത്. ഈ ഒരു ദിവസം അവസാനിക്കാറാകുമ്പോൾ എന്തൊക്കെ ഫാക്ടർ കൃത്യമായി നിലമ്പൂരിൽ ഫലിച്ചു എന്നതാണ് എത്തുന്ന ഒരു വിശകലനം? കാരണം ഇപ്പോൾ തന്നെ നമ്മൾ ഈ കേട്ട റിപ്പോർട്ടുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ പലരും പലതും പറയുന്നു. അതിൽ LDFന്റെ വോട്ട് പോയതാണോ, അതോ അൻവറിന് കിട്ടിയ വോട്ട് മതമൗലികവാദികളുടെയും അതുപോലെ കർശനമായ നിലപാടെടുക്കുന്ന ആര്യാടൻ ഷൗക്കത്തിനെ എതിർക്കുന്നവരുടെ വോട്ടാണോ കിട്ടിയത് എന്നൊക്കെയുള്ള ചർച്ചകൾ സജീവമാണ്. എന്താണ് ശ്രീജിത്തിന്റെ നിരീക്ഷണം? ഗുഡ് ഈവനിങ്. നോക്കൂ, ഇതൊരു മികച്ച വിജയമാണ്. UDFന് ഒരുപക്ഷെ വലിയ പ്രതീക്ഷ 2026 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നൽകുന്ന വളരെ മികച്ച ഒരു ജയമെന്ന രീതിയിലാണ് ഞാനിതിനെ കാണുന്നത്. നമ്മൾ ഈ പറയുന്നത് പോലെ രണ്ട് പക്ഷത്തു നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ, മതമൗലികവാദം, ഓരോരുത്തരുമായിട്ടുണ്ടായിരുന്ന സഖ്യം, ഇതിനെപ്പറ്റിയൊക്കെ തന്നെ ചർച്ചകളുണ്ട് എങ്കിലും ഇതിലൊന്നും പെടാത്ത ബഹുഭൂരിപക്ഷം വരുന്ന നിലമ്പൂർ ജനതയാണ് വിധി എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ആ മാൻഡേറ്റ് എന്ന് പറയുന്നത് വളരെ ഡിസൈസീവ് ആണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം നമ്മളിവിടെ പലപ്പോഴും ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സമയത്ത് അത് നേരിട്ട് LDFും UDFും തമ്മിലുള്ള ഒരു മത്സരം എന്നതിലുപരിയായിട്ട് അൻവർ ഫാക്ടർ എത്രത്തോളം ഇതിൽ പ്രതിഫലിക്കും എന്നതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആദ്യ ഘട്ടങ്ങളിലൊക്കെ തന്നെ അൻവർ ഒരു സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു. അൻവർ തന്നെ അത് പറഞ്ഞിരുന്നതാണ്. പക്ഷേ അവസാനം അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. വലിയ പ്രചരണം ഉണ്ടായില്ല എങ്കിലും അദ്ദേഹം പിടിക്കാൻ പോകുന്ന വോട്ട് ആരുടേതാണ് എന്നതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളുണ്ടായിരുന്നു. പക്ഷെ ഒരു ഘട്ടത്തിലും കോൺഗ്രസ്, പ്രത്യേകിച്ച് ശ്രീ VD സതീശൻ ആദ്യം സ്വീകരിച്ചിരുന്ന ഒരു നിലപാടിൽ അല്പം പോലും വെള്ളം ചേർക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായില്ല. ഇപ്പോൾ നമുക്കറിയാം, പല കോൺഗ്രസ് നേതാക്കന്മാരും സതീശനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള പല നേതാക്കന്മാരും അൻവറുമായിട്ട് ഒരു അനുനയത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയും ഒക്കെ ചെയ്തുവെങ്കിലും തങ്ങളുടെ സ്ഥാനാർത്ഥിയെ അവഹേളിച്ചിരിക്കുന്ന, പ്രതിപക്ഷ നേതാവിനെ തന്നെ അവഹേളിച്ചിരിക്കുന്ന ഒരു വ്യക്തിയോട് ഒരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു സഖ്യത്തിലേക്ക് ഏർപ്പെടാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് പാർട്ടിയുടെ ഉള്ളിലും മുന്നണിയുടെ ഉള്ളിലും എല്ലാം തന്നെ ശ്രീ സതീശൻ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അൻവർ അവിടെ തെരഞ്ഞെടുപ്പിന് വരുമ്പോൾ അൻവർ എത്രത്തോളം വോട്ട് പിടിക്കും, അൻവറിന് ആര് ജയിക്കുന്നതാണ് കൂടുതൽ രാഷ്ട്രീയമായി ഗുണമാവുക? കാരണം അൻവർ എന്തായാലും പരാജയപ്പെടും. എങ്കിൽ അവിടെ സ്വരാജാണ് ജയിക്കുന്നത് എങ്കിൽ അൻവർ ഇഫക്റ്റ് കൊണ്ടാണ് അവിടെ UDFന്റെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത് എന്ന രീതിയിലത്തേക്കുള്ള ഒരു വ്യാഖ്യാനം വേണമെങ്കിൽ അൻവറിന് പറയാം. അദ്ദേഹം പറഞ്ഞിരുന്ന ജോയി എന്ന കാൻഡിഡേറ്റിനെ വെക്കാത്തത് കൊണ്ടാണ് അവിടെ പരാജയപ്പെട്ടത് എന്ന് അദ്ദേഹത്തിന് പറയാം. ഈ സാധ്യതകളെല്ലാം മുന്നിലുണ്ടായിട്ടും ഒരല്പം പോലും അതിൽ നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്യാനായിട്ട് ശ്രീ സതീശനോ കോൺഗ്രസോ അവിടെ തയ്യാറായില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് 20,000 വോട്ട് അൻവർ അവിടെ പിടിച്ചിട്ടും 11,000 വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ അത് തിളക്കമാർന്ന വിജയം തന്നെയാണ്. കേവലം ഒരു 4,000 5,000 ഒക്കെ ആയിരുന്നുവെങ്കിൽ അതൊരു പരിങ്കലിലാകുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ ഈ അൻവർ ഫാക്ടറിനെ എല്ലാം തന്നെ കൺസിഡർ ചെയ്തതിന് ശേഷവും ബഹുഭൂരിപക്ഷം ആൾക്കാരും നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് 10,000-നും 15,000-നും ഇടയ്ക്കുള്ള ഒരു ഭൂരിപക്ഷം ഒരു കംഫർട്ടബിൾ മജോറിറ്റി ആയിട്ട് അദ്ദേഹത്തിന് ഇവിടെ കിട്ടും എന്നാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ആർക്കൊക്കെ എതിരെയാണ് എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും അൻവറിന് രാഷ്ട്രീയത്തിൽ ഇപ്പോഴും ഒരു തരത്തിൽ അദ്ദേഹത്തിന്റെ പ്രസക്തി നിലനിർത്താനായിട്ട് സാധിക്കുന്നുണ്ട് എങ്കിൽ പോലും UDFിലേക്ക് മുന്നണി പ്രവേശത്തിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ സാധ്യതകൾ അവിടെ തുറന്നിടുന്നുണ്ട് എങ്കിൽ പോലും UDFന്റെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ നിലപാടിനുള്ള ഒരു വിൻഡിക്കേഷൻ, അത് വിൻഡിക്കേറ്റഡ് ആയി എന്ന രീതിയിലത്തേക്കുള്ള ഒരു കാര്യമുണ്ട്. തന്നെയുമല്ല, ഈ പ്രതിസന്ധി എല്ലാം ഉണ്ടായിരുന്നിട്ടും ആദ്യം മുതൽ തന്നെ കോൺഗ്രസ് ഒറ്റയടിക്ക് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് ഇത് പിണറായി സത്തിനെതിരായിട്ടുള്ള വിലയിരുത്തലാണ് എന്നാണ്. ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ നിഴലിക്കും എന്നാണ്. അതും അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ പറയുന്ന സമയത്ത് രണ്ട് ശക്തരായിട്ടുള്ള കാൻഡിഡേറ്റ്സ് എന്ന രീതിയിലത്തേക്ക് പറയുകയോ അൻവർ ഫാക്ടർ എന്നതിനെ പറ്റി പറയുകയോ ഒക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ മണ്ഡലത്തിൽ പ്രസക്തമായിട്ടുള്ള മറ്റു കുറേയധികം കാര്യങ്ങളെക്കുറിച്ച് കൂടി, പ്രത്യേകിച്ച് കേരളത്തിൽ ഇന്ന് ചർച്ച ചെയ്യുന്ന പല കാര്യങ്ങളെക്കുറിച്ച് കൂടി ആ തെരഞ്ഞെടുപ്പിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് പെൻഷനെ പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ കോൺഗ്രസിന്റെ ശ്രീ KC വേണുഗോപാൽ പറഞ്ഞിരുന്ന ഒരു അഭിപ്രായം ഇവിടെ പെൻഷൻ വാങ്ങുന്ന ആൾക്കാരെ മുഴുവനും അവഹേളിക്കുന്ന തരത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരെയും കോൺഗ്രസിനെതിരെയും ഇതാണ് ഇവരുടെ നിലപാട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നെഗറ്റീവ് ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. അതിനെ അവർ അതിജീവിച്ചിട്ടുണ്ട്. അതുകൂടാതെ ആശാ സമരവുമായി ബന്ധപ്പെട്ട പല പരാമർശങ്ങൾ, അവിടെയുള്ള വന്യജീവി പ്രശ്നങ്ങൾ, ഇതെല്ലാം തന്നെ ഉയർത്തപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അപ്പോൾ ഈ കമ്മ്യൂണൽ എന്ന് പറയുന്ന കാര്യം ഇതിലെ ഒരു ഫാക്ടർ മാത്രമേ ആകുന്നുള്ളൂ. മറ്റുള്ള പല കാര്യങ്ങളും അവിടെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ ഓരോ ഘട്ടത്തിലും ഇത് പിണറായി സത്തിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരത്തിന്റെ ഒരു കൃത്യമായിട്ടുള്ള ദൃഷ്ടാന്തമാകും എന്ന മട്ടിലുള്ള പ്രചരണമാണ് UDFന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ വിലയിരുത്തലാണ് എന്ന് പറഞ്ഞു. അത് ഇന്ന് വിൻഡിക്കേറ്റഡ് ആവുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇത് പരമ്പരാഗതമായിട്ടൊരു UDF മണ്ഡലമായിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല.
പരമ്പരാഗതമായിട്ടായതായിരുന്നുവെങ്കിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനുള്ളിൽ ആ മണ്ഡലത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് മാറി അതിന്റെ നിയമസഭാ മണ്ഡലം എന്ന നിലയ്ക്ക് അതിനെ നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു ഇടത് സ്വഭാവം വന്നിരുന്നു. തന്നെയുമല്ല, അൻവർ അവിടെ നിന്ന് വിട്ടുപോകുന്ന സമയത്ത് LDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ പറഞ്ഞത് തന്നെ, നോക്കൂ, അൻവർ ഒറ്റയ്ക്ക് ഒരാളല്ല, ഞങ്ങളുടെ പിന്തുണ കൊണ്ടാണ് അൻവർ അവിടെ വലിയ ആളായത് എന്നാണ്. അങ്ങനെയാണ് എങ്കിൽ അൻവറിനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ വലിയ രീതിയിലത്തേക്കുള്ള വോട്ട് പിടുത്തം അവിടെ CPMന് ഉണ്ടാകേണ്ടതായിരുന്നു. അവിടെ തന്നെ CPM അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ കൊണ്ടുവരുന്നു. കോൺഗ്രസ്സുകാർ തന്നെ ഒരു വെല്ലുവിളി പോലെ അദ്ദേഹത്തിനെ കൊണ്ടുവരുമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ CPM ഇതിന് വഴങ്ങുന്നു. അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ശക്തമായിട്ടുള്ള പ്രചരണം നടത്തുന്നു. അത് കൂടാതെ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മറ്റു പല ഫാക്ടറുകൾ ഉണ്ടായിരുന്നു. പൊളിറ്റിക്സിന് ഒരു സംശയം, അതായത് ഇതിനു മുൻപ് ഒരു CPM സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്നത് 2011 അന്ന് 60,733 വോട്ടാണ് LDF സ്ഥാനാർത്ഥിക്ക് അവിടെ കിട്ടിയത്. ഇത്തവണ വീണ്ടും ഒരു CPM സ്ഥാനാർത്ഥി, CPMന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളിൽ ഒരാളെ മത്സരിപ്പിച്ചപ്പോൾ 66,660 എന്ന വോട്ട്, അതായത് 6000 വോട്ട് LDFന് കൂടുകയേ ചെയ്തിട്ടുള്ളൂ. CPMന് അവിടെ ഉണ്ടായിരുന്ന ആ ബേസ് നഷ്ടപ്പെട്ടിട്ടില്ല. നമ്മൾ ഈ ഭരണവിരുദ്ധ വികാരം എന്നാണ് പറയുന്നതെങ്കിൽ വോട്ട് കൂടുകയാണ് ചെയ്തത്. അവർക്ക് അവിടെ ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. അൻവർ പ്ലസ് LDF അതായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കിട്ടിയ വോട്ട്. അല്ല, അത് അങ്ങനെയല്ല നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. കാരണം അതിന്റെ പൊട്ടൻഷ്യൽ CPMന്റെ എവിടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ LDFന്റെ എവിടെയുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് CPM ഒറ്റയ്ക്ക് സമാഹരിച്ച വോട്ടും CPMനോടൊപ്പം ചേർന്ന് നിന്ന് LDF എന്ന് പറയുന്ന മുന്നണിയിലെ ആളായിട്ട് അൻവർ നിന്നിരുന്നതും ചേർത്തിട്ടാണ് അവരുടെ പൊട്ടൻഷ്യൽ. ഇപ്പോൾ താങ്കൾ പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ തന്നെ നേരെ ഇപ്പുറത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ UDFന് പരമ്പരാഗതമായിട്ട് അവിടെ ഇത്ര വോട്ടാണ് കിട്ടുക. അതിപ്പോൾ VV പ്രകാശ് നിൽക്കുന്ന സമയത്താണെങ്കിലും മറ്റാരെങ്കിലും നിൽക്കുന്ന സമയത്താണെങ്കിലും അത് അങ്ങനെയാണ്. ആര്യാടൻ തന്നെ മുമ്പ് മത്സരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആര്യാടൻ മുഹമ്മദ് അവിടെ മത്സരിക്കുന്ന സമയത്ത് ഇത്രയാണ് എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞാൽ അതിലേക്ക് അൻവറിനെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ പറയുന്നതിന് തുല്യമാണ്. അതായത് അൻവർ ഒറ്റയ്ക്ക് എവിടെ നിന്നെങ്കിലും വോട്ട് കൊണ്ടുവരുന്നതല്ല. അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു പിന്തുണ എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന ഇപ്പോൾ 2026 അവിടെ നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണമെന്ന് പോലുമില്ല. കാരണം അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന വിഷയങ്ങളുടെ റെലവൻസും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യവും കൂടുതലുള്ളത് ഈ ഒരു ഘട്ടത്തിലാണ്. അതുകൊണ്ട് CPMന് അനുകൂലമായി പോകേണ്ടിയിരുന്ന വോട്ടുകളോ UDFന് അനുകൂലമായി പോകേണ്ടിയിരുന്ന വോട്ടുകളോ ഒക്കെ തന്നെ അവിടെ അൻവറിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടാകും. പക്ഷേ 2011 ഉണ്ടായിരുന്ന CPMന് മാത്രം ഉണ്ടായിരുന്ന വോട്ട് എന്ന നിലയ്ക്കല്ല ആ മണ്ഡലത്തിന്റെ സ്വഭാവം കഴിഞ്ഞ 10 വർഷങ്ങളിൽ ഉണ്ടായിരുന്നത്. അവിടെ ഉണ്ടായിരുന്നത് CPMന്റെ വോട്ട് പ്ലസ് അൻവറിന്റെ വോട്ട് എന്ന് പറയുന്ന LDFന്റെ വോട്ടാണ്. അപ്പൊ അതിൽ നമ്മളിങ്ങനെ ഭിന്നിപ്പിച്ചിട്ട് ഒരാൾ അതിൽ നിന്ന് മാറിയത് കൊണ്ട് ബാക്കി വോട്ട് അവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ ലളിതമായിട്ട് 1+1 എന്നത് 2 എന്നുള്ളതല്ല രാഷ്ട്രീയത്തിൽ നമ്മൾ സാധാരണയായിട്ട് കാണുന്നത്. അതുകൊണ്ട് ആ രീതിയിലത്തേക്കുള്ള ഒരു പ്ലെയിൻ റീഡിംഗ് ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നു. ശരി, ഞാൻ മടങ്ങിയെത്താം. ശ്രീജിത്ത്, ശ്രീ സേനാപതി വേണു, ഒരു തെരഞ്ഞെടുപ്പ് വർഷം വരാനിരിക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനുണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനുണ്ട്. ഏറ്റവും ഒടുവിൽ ഇതുവരെ ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പുകളിൽ ചേലക്കര ഒഴികെ ബാക്കി എല്ലാ ഉപതെരഞ്ഞെടുപ്പും വിജയിച്ചതിന്റെ ആത്മവിശ്വാസമുണ്ട്. ഏറ്റവും ഒടുവിൽ തൊട്ടു മുൻപ് വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ നേടുന്ന ഈ മിന്നുന്ന വിജയം നിങ്ങൾ തീർച്ചയായും ആത്മവിശ്വാസം പകരുന്നതായിരിക്കും. പക്ഷേ